എൻ്റെ പേര് രജിൽ, ഞാൻ കണ്ണൂർ ജില്ലാ സ്വദേശിയാണ്. അഴീക്കോട് മാഷിൻ്റെ ഒരു വരികൾ ഓർത്തുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. വേഗം പറയാം. അതായത്, ഇന്ദ്രിയങ്ങളിലൂടെ അന്തരാത്മാവിനെ കണ്ടെത്താൻ സാധ്യമല്ല. കാരണം വിഷയങ്ങളെ നേരിടുവാൻ വേണ്ടി വെളിയിലോട്ട് തിരിച്ചാണ് സൃഷ്ടാവ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, മാഷ് അവിടെ രാഷ്ട്രീയമൊന്നും നോക്കാറില്ല, ആരെയും തുറന്ന് വിമർശിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് പല എഴുത്തുകാരും അങ്ങനെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വിമർശിക്കേണ്ട കാര്യത്തിൽ പല ആൾക്കാരും വിമർശിക്കുന്നില്ല. അവരവരുടേതായ രാഷ്ട്രീയ ചുറ്റുപാടിൽ അവർ ചുരുങ്ങിക്കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അപജയമായിട്ട് തോന്നില്ലേ? ഇപ്പം നമ്മൾ അഴീക്കോട് മാഷിനെ പോലെയുള്ള ആളുകൾ ഇല്ലാതെ പോകുന്നത് നമ്മളൊരു വരുതലമുറക്ക് നല്ലതാണെന്നാണോ, അല്ലെങ്കിൽ അതിനെന്താണ് ഒരു പരിഹാരം എന്നാണ് മാഷിന് തോന്നിയിട്ടുള്ളതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അല്ല, അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് ഒരു സവിശേഷമായ ജീവിത വീക്ഷണം ഉണ്ടാവുകയും സാമൂഹ്യ വീക്ഷണം ഉണ്ടാകുകയും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അയാൾ സംസാരിക്കുകയും തൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിനെ ഒരു തെറ്റായി കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അഴീക്കോട് മാഷ് എല്ലാറ്റിനോടും ഇങ്ങനെ എതിരിട്ട് നിന്ന ആളാണ്. ഇപ്പം ഈ ചോദ്യത്തിൻ്റെ ഉള്ളൊരു മനോഹരമായ മറുപടി ഒരു പക്ഷേ പണ്ട് വിജയൻ മാഷ് പറഞ്ഞൊരു മറുപടിയാണ്. അതായത്, ലീലാവ് ടീച്ചർ ഒരിക്കൽ പറഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടി കൂട്ടിലടച്ച സിംഹമാണ് MN വിജയൻ എന്ന് പറഞ്ഞു. അപ്പോൾ മാഷുടെ മറുപടി, ദേശീയ പ്രസ്ഥാനം കൂട്ടിലടച്ച സിംഹമാണ് ഗാന്ധി എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നാണ്. അത് വല്ലാത്തൊരു മറുപടിയാണ്. മാഷ് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഒരിക്കൽ ചോദിക്കേണ്ടത്, ഇപ്പോൾ പ്രസംഗിക്കുന്നല്ലേ ഉള്ളൂ, എഴുതുന്നില്ലല്ലോ. അപ്പോൾ വിജയ മാഷ മറുപടി, ബുദ്ധനും ക്രിസ്തുവും പ്രസംഗിച്ചിട്ടേ ഉള്ളൂ, എഴുതിയിട്ടില്ല എന്നാണ്. എന്നതുപോലെ ഞാൻ പറഞ്ഞ അത് രണ്ടും രണ്ട് കാര്യമാണ്. ഇങ്ങനെയാണ് വേണ്ടതെന്ന് ഒരാൾക്ക് കരുതാം. മാഷ് അങ്ങനെയായിരുന്നു. പക്ഷേ മാഷും മാറിക്കൊണ്ടിരുന്നു കേട്ടോ. അദ്ദേഹം കോൺഗ്രസ് ആയിട്ട് തുടങ്ങിയ ആളാണ്. ഒരു ഘട്ടത്തിൽ CP ശ്രീധരൻ്റെ നേതൃത്വത്തിലൊക്കെ ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ എതിരിടാനായിട്ടൊരു സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ സംഘടനയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഉള്ളാട്ടിൽ ഗോവിന്ദൻ നായരാണ് അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. ഉള്ളാട്ടിൽ ഗോവിന്ദൻ നായർ പറഞ്ഞൊരു മറുപടി, പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ നേരിടാനായിട്ട് ഒറ്റക്കൊരാൾ നമുക്കുള്ളപ്പോൾ പിന്നെ സംഘടനയൊന്നും വേണ്ട എന്നാണ്. ഈ ഒറ്റക്കൊരാളായിരുന്നു മാഷ്. അവസാനം മാഷ് പുകാസയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആളായിട്ട് മാറി. അപ്പോൾ ഇതൊക്കെ മാറും. ഞാൻ പറയുന്നത് അതിനെ നമ്മളൊരു അവസരവാദമായിട്ടൊന്നുമല്ല. ജീവിത ബോധ്യങ്ങൾ ആളുകളെ മാറ്റും. അതേസമയം ഇപ്പോൾ അടിയുറച്ച ബോധ്യത്തിൽ നിന്ന് അവസാനം വരെ സംസാരിച്ച ആളുകളുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. ഇത് രണ്ട് വഴിയാണ്. ഏതെങ്കിലും ശരി തെറ്റെന്നൊന്നും ഞാൻ വിധിക്കുന്നില്ല.